ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരളയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ കൊടുമ്പിരി കൊണ്ടിരിക്കുകയാണ്. പേര് മാറ്റണമെന്നടക്കമുള്ള വിഷയത്തിൽ വലിയ ചർച്ചകളും വിവാദങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ഇപ്പോൾ KC വേണുഗോപാൽ സുരേഷ് ഗോപിക്കെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ്. എന്താണ് സംഭവം? സ്വന്തം ചോറിൽ മണ്ണ് വാരിയിടരുത് എന്ന് പറഞ്ഞാണ് സുരേഷ് ഗോപിയോട് KC വേണുഗോപാലിൻ്റെ ഈ ഒരു വിമർശനവും പരിഹാസവും എല്ലാം നിറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നിരിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ സിനിമാ മേഖലയിലുള്ള സ്വന്തം സിനിമയാണ് ഇതുവരെ പ്രതികരിച്ചില്ലല്ലോ സുരേഷ് ഗോപി. അത് പറഞ്ഞിട്ടാണ് KC വേണുഗോപാൽ പറയുന്നത് എന്തുകൊണ്ട് പ്രതികരിച്ചില്ല, ഒരുപാട് തൊഴിലാളികളുടെയും മറ്റ് കലാകാരന്മാരുടെയും ഒക്കെ അന്നമാണല്ലോ ഇത് എന്നുള്ളതാണ് ഈ പറയുന്ന AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പറയുന്നത്. ജാനകി സിനിമയ്ക്ക് പ്രദർശനാനുമതി നിഷേധിച്ച സെൻസർ ബോർഡ് നടപടിക്കെതിരെ സുരേഷ് ഗോപി തുടരുന്ന മൗനത്തിലാണ് വിമർശനം. തൻ്റെ ചോറാണ് സിനിമയെന്ന് നിരവധി വട്ടം നടനും കേന്ദ്ര സെക്രട്ടറിയുമായ സുരേഷ് ഗോപി പറയുന്നത് കേട്ടിട്ടുണ്ട്. ആ ചോറിന് മുകളിൽ താൻ കൂടി ഭാഗമായ ഒരു സംവിധാനം മണ്ണ് വാരിയിടുന്നത് കണ്ടിട്ടും അദ്ദേഹം നിശബ്ദമാണ്. മൗനം വെടിഞ്ഞ സ്വന്തം സിനിമയ്ക്ക് വേണ്ടിയും സഹപ്രവർത്തകർക്ക് വേണ്ടിയും മന്ത്രി ശബ്ദിക്കണമെന്നും വേണുഗോപാൽ ഫേസ്ബുക്കിൽ കുറിച്ചു. സിനിമയിലും സാഹിത്യത്തിലും തലക്കെട്ടും പേരും നിശ്ചയിക്കാൻ ഭരണഘടന ഉറപ്പു നൽകുന്ന സ്വാതന്ത്ര്യം അവയുടെ സൃഷ്ടാക്കൾക്കുണ്ട്. അത് നിഷേധിക്കുന്നത് ഭരണഘടനയോടുള്ള അവഹേളനവും വെല്ലുവിളിയുമാണ്. രാമനും കൃഷ്ണനും സീതയും രാധയും ഒക്കെ ശീർഷകങ്ങളായും കഥാപാത്രങ്ങളായും പേരുകളായും പതിറ്റാണ്ടുകളോളമായി ഇന്ത്യൻ സിനിമയിൽ ഉപയോഗിക്കാറുണ്ട്. രാജ്യത്തെ ബഹുഭൂരിപക്ഷം വ്യക്തിനാമങ്ങളും ഹിന്ദു പുരാണങ്ങളിൽ നിന്നുള്ളതാണ്. ഇത്തരം പേരുകളടങ്ങിയ നിരവധി സിനിമകളും ഇറങ്ങിയിട്ടുണ്ട്. അന്നൊക്കെ സെൻസർ ബോർഡിന്റെ അന്തസ്സ് കളയുന്ന നടപടിയൊന്നും എടുത്തിട്ടില്ല. കോൺഗ്രസ് സർക്കാർ എടുത്തിട്ടില്ല. ആര് പറഞ്ഞു? കോൺഗ്രസ് നിരോധിച്ച സിനിമകളുടെ ലിസ്റ്റ് എടുക്കാമല്ലോ വേണമെങ്കിൽ. സിനിമകൾ മാത്രമല്ലല്ലോ, എത്ര പുസ്തകങ്ങളാണ് നിരോധിച്ചത്. ഇന്ദിരാഗാന്ധിയെ പറ്റിയുള്ള പുസ്തകം നിരോധിച്ചതല്ലേ. അപ്പൊ ഇത്തരത്തിൽ ഒരുപാടുണ്ട്. കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ഫാസിസമാണ് പൂർണ്ണമായിട്ടും നടപ്പിലാക്കിയത്. വേണ്ടത്ര കാര്യങ്ങളൊന്നും അറിയില്ല. അതുകൊണ്ട് പിന്നെ KC എന്ന് പറയുന്ന ഈ സോണിയാഗാന്ധി രാഹുൽ ഗാന്ധി താങ്ങി നിൽക്കുക എന്നുള്ളതിനപ്പുറം നോളജ് ഒന്നും ഉള്ള വ്യക്തിയല്ലല്ലോ. അതുകൊണ്ട് അത് പറഞ്ഞിട്ടും കാര്യമില്ല. അപ്പോൾ ഇതിനകത്ത് മറ്റൊരു കാര്യമുണ്ട്. സെൻസർ ബോർഡിന്റെ ഇന്നത്തെ നിലപാട് ആശങ്കയും ഭയവും സൃഷ്ടിക്കുന്നതാണ്. ആരാ പറയുന്നത്? അടിയന്തരാവസ്ഥയെ പിന്തുണച്ച പാർട്ടിയുടെ അടിയന്തരാവസ്ഥ കൊണ്ടുവന്ന് ജനങ്ങളെ പീഡിപ്പിച്ച് നൂറുകണക്കിന് ആൾക്കാരെ കൊല ചെയ്ത ഒരു സംവിധാനമാണ് അടിയന്തരാവസ്ഥ എന്ന് പറയുന്നത്. അത് ചെയ്ത ആൾക്കാരാണ് പറയുന്നത്. BJP രാജ്യത്തെ എവിടേക്കാണ് കൊണ്ടുപോകുന്നതെന്ന് ഇവർ കൊണ്ടുപോയി കഴിഞ്ഞവരാണ് എന്നുള്ളതാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം. വിഷയത്തിൽ കേന്ദ്ര സർക്കാരും ബന്ധപ്പെട്ട വകുപ്പുകളും നിലപാട് വ്യക്തമാക്കണം. കോടതി വരെ കയറിയ ഈ ചിത്രത്തിൽ ഇപ്പോഴും കേന്ദ്ര സർക്കാർ നിശബ്ദത പാലിക്കുന്നത് സംശയാസ്പദമാണ്. കേന്ദ്ര സർക്കാരിൻ്റെ പ്രഖ്യാപിത അജണ്ടയാണിത്. ഇഷ്ടമുള്ള ഭക്ഷണവും വസ്ത്രവും പേരും ഒടുവിൽ കലാരൂപം എന്നതിലേക്കാണ് BJPയുടെ ഭരണകൂടത്തിന് രക്ഷയിടുന്നതെന്ന് KC വേണുഗോപാൽ വിമർശിക്കുന്നുണ്ട്. ഇപ്പോൾ കോൺഗ്രസിനകത്ത് നടക്കുന്ന മറ്റൊരു അടി വസ്ത്രത്തിന്റെ പേരിലാണെന്നുള്ളത്. KC വേണുഗോപാൽ വസ്ത്രത്തിന്റെ സ്വാതന്ത്ര്യത്തെ പറ്റി കൂടി പറഞ്ഞിട്ടുണ്ട്. ഖാദർ ഇടണമോ വേണ്ട എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും വലിയ ചർച്ച. അല്ലാത്ത ഡ്രസ് ഇടാമല്ലോ, സ്വാതന്ത്ര്യ സമരം നടക്കുന്നില്ലല്ലോ എന്നാണ് VD സതീശ് ചോദിച്ചത്. VD സതീശിന്റെ കാര്യം പറഞ്ഞുകൂടാത്തത് കൊണ്ടാണ്. അതായത് ഖദർ എന്ന് പറയുന്നത് നമ്മുടെ നാടിൻ്റെ സ്വയം പര്യാപ്തതയുടെ ഒരു വസ്ത്രമാണ്. അതുകൊണ്ടാണ് കോൺഗ്രസ് ആയിട്ടുള്ള ആൾക്കാർ സ്വദേശിയെ പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ ഖദർ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഈ ഖദറിലൂടെ വരുമാനം ഉണ്ടാക്കി മുന്നോട്ട് പോകുന്ന നൂറുകണക്കിന് ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ ആയിരക്കണക്കിന് ആൾക്കാരുണ്ട്. ഖാദി ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നവരും വിൽക്കുന്നവരുമായിട്ടുള്ളവരുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ഉപജീവന മാർഗമാണ് ആ ഒരു സമൂഹത്തിൻ്റെ പാർട്ടായിട്ടുള്ള ആ ഒരു ഗ്രൂപ്പിനെ കൂടി, ആ പറയുന്ന സമൂഹത്തെ കൂടി ഒന്ന് ഒപ്പം ചേർക്കുക എന്നാണ് ഖാദി ധരിക്കുന്നത് കൊണ്ട് വ്യക്തമാകുന്ന കാര്യം. രാഹുൽ ഗാന്ധി പോലും ഖാദി ധരിക്കാറില്ല. ടീഷർട്ടൊക്കെ ഇട്ട് ഇതൊക്കെ മസലൊക്കെ പരിക്കുകയാണ് രാഹുൽ ഗാന്ധി നടക്കുന്നത്. മസലേ ഉള്ളൂ, വേറൊന്നുമില്ല. ഓക്കെ, അപ്പോൾ അതാണ് അവസ്ഥ. അപ്പോൾ കോൺഗ്രസിൽ ഇപ്പോൾ ഖാദിയും ഖദറും ഒക്കെ ഇടണം എന്നുള്ള സംശയവും ചോദ്യവും ഒക്കെ വരുന്ന സമയത്താണ് KC വേണുഗോപാൽ ഭക്ഷണം, സ്വാതന്ത്ര്യം, ഈ പറയുന്ന ആഹാരം, വസ്ത്രം, കല തുടങ്ങിയവരുടെയൊക്കെ സ്വാതന്ത്ര്യം പറയുന്നത്. എത്ര സിനിമകളാണ് കോൺഗ്രസിന്റെ കാലത്ത് തിയേറ്റർ കാണാതെ പോയത് എന്നുള്ളതൊന്ന് ആലോചിച്ച് നോക്കണം. സിനിമകളുടെ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ തന്നെ അത് നീണ്ടു പോകും എന്നുള്ളതാണ്. അപ്പോൾ ഒരുപാട് സിനിമകൾ, 1-2 സിനിമകൾ, ഒരുപാട് പുസ്തകങ്ങൾ, എത്ര പുസ്തകങ്ങൾ ഇത് ചെയ്തു എന്നുള്ളത് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇതാണ് ഈ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന വസ്തുത. അതായത് സുരേഷ് ഗോപിയുടെ ഈ സിനിമയ്ക്കകത്ത് സുരേഷ് ഗോപി മന്ത്രിയാണ്, ഉത്തരവാദിത്തപ്പെട്ട മന്ത്രിയാണ്. മന്ത്രിക്ക് ഈ പറയുന്ന കാര്യങ്ങളിൽ സർക്കാരിനെ, ഒരു മന്ത്രിക്കായിരിക്കുമ്പോഴത്തേക്കും സർക്കാരിനെ വിമർശിക്കുന്നതിനൊക്കെ പരിധിയുണ്ട്. അപ്പോൾ സർക്കാരിനെ മറ്റ് സംവിധാനങ്ങളെയൊക്കെ വിമർശിക്കുന്നതിനകത്ത് ചെറിയ പ്രശ്നങ്ങളുണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് ഇതിനകത്ത് ഊതിപ്പിരിപ്പിച്ച് കാണിക്കുന്നത് എന്നുള്ളതാണ്. ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരളയോട് ഈ പറയുന്ന സെൻസർ ബോർഡ് എടുത്ത നിലപാടിനോട് ആർക്കും യോജിപ്പൊന്നുമില്ല. പക്ഷേ ഇവിടെ കൃത്യമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആ അതിനെപ്പറ്റി ഒരു ചർച്ച വന്നു കഴിഞ്ഞപ്പോൾ ഇത് എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ്. സെൻസർ ബോർഡിനെ പറ്റിയ ഒരു മിസ്റ്റേക്ക് ആയിരിക്കാം ഇത്. സെൻസർ ബോർഡ് അതിൽ നിന്ന് പിന്മാറേണ്ടതുമാണ് സ്വാഭാവികമായിട്ടും. പക്ഷേ ഇവിടെ ഇതിനെയൊക്കെ കൊണ്ടുപോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആന്റി നാഷണൽ എലിമെന്റിലേക്ക് അതിൻ്റെ നിറം ചാലിച്ച് അതിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. സുരേഷ് ഗോപി വിമർശിക്കുന്നത് ദുഷ്ടലാക്കോട് കൂടിയാണ്.
കെ.സി. വേണുഗോപാൽ ചെയ്യുന്നത്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ സുരേഷ് ഗോപിയെ പ്രൊവോക്ക് ചെയ്ത് എന്തെങ്കിലും ഒന്ന് പറയിച്ചാൽ അതിൽ പിടിച്ച് സർക്കാരിനെ അടിക്കാൻ ഒരു വടി കിട്ടുമോ എന്നാണ് കെ.സി. വേണുഗോപാൽ നോക്കുന്നത്. പക്ഷേ ഇവിടെ കോൺഗ്രസിൻ്റെ അവസ്ഥ ഏറെ ദയനീയമാണ് എന്നുള്ളത് പോലും കെ.സി. വേണുഗോപാൽ തിരിച്ചറിയുന്നില്ല എന്നുള്ള ഒരു കാര്യമുണ്ട്. കെ.സി. വേണുഗോപാലിന് കേന്ദ്രത്തിൽ സ്ഥാനവും കിട്ടില്ല എന്നുള്ളത് കൊണ്ട് കേരളത്തിലേക്ക് ഈ പറയുന്ന ഉടുപ്പും തുന്നി വെച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രിയാവാനായിട്ട്. ഇടത്തെ കൈകൊണ്ട് ചെന്നിത്തലയും വലത്തെ കൈകൊണ്ട് സതീശനെയും വെട്ടി ഒതുക്കിയിട്ട് നേരെ പോകുമ്പോൾ പാലമായിട്ട് കിടക്കാൻ സണ്ണി ജോസഫ് ഉണ്ട്. നേരത്തെ അവിടെ ഒരു മല പോലെ നിന്ന കെ സുധാകരനെ തീർത്തതിന് ശേഷമാണ് ഇങ്ങനെ ഒരു പ്രതിഷ്ഠ നടത്തിയിരിക്കുന്നത്. അപ്പോൾ കോൺഗ്രസിന് കൃത്യമായിട്ടുള്ള ഒരു നീക്കം നടത്താനാണ്, അതായത് അങ്ങനെ ഒരു പദ്ധതി കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഒരു ആക്രമണ സാഹചര്യം ഒരുക്കാനാണ് സുരേഷ് ഗോപിക്കെതിരെ ഈ പറയുന്ന വിമർശനം ഉന്നയിക്കുന്നത്. അപ്പോൾ സിനിമയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സുരേഷ് ഗോപിക്ക് പ്രൊവോക്ഡ് ആവുമെന്ന് വിചാരിച്ചിട്ടായിരിക്കണം. പക്ഷെ അങ്ങനെയല്ല, ഇത് ഒരു സിനിമാ പ്രവർത്തകരും ഈ പറയുന്ന കോടതിയൊക്കെ കൂടിയായിട്ട് തീരുമാനിച്ചോളും. ജാനകി എന്ന പേരിടുന്നതിന് യാതൊരു കുഴപ്പമൊന്നുമില്ല. അത് ഇവിടെ പറഞ്ഞിട്ടില്ല. സെൻസർ ബോർഡ് എന്തുകൊണ്ട് തീരുമാനമെടുത്തു, ഇങ്ങനെയൊക്കെ കാണുന്നു എന്നുള്ളതിനെ പറ്റിയിട്ട് ഉള്ള ആശങ്കയൊക്കെ ഉണ്ട്. ശരിയാണ്, നമുക്ക് യോജിപ്പും വിയോജിപ്പും എല്ലാ കാര്യത്തിലും ഉണ്ടാവും. കേന്ദ്രമന്ത്രി എന്ന നിലയിൽ ഇടപെടൽ ഒന്നും നടത്താൻ സുരേഷ് ഗോപിക്ക് അല്ല, അങ്ങനെ ചെയ്യാറില്ലല്ലോ സുരേഷ് ഗോപി തന്റെ എന്നാണ് അവർ ആരോപിക്കുന്നത്. സുരേഷ് ഗോപിയുടെ പ്രകൃതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുരേഷ് ഗോപി സിനിമയെ കാണുന്ന മറ്റൊരു കാര്യമായിട്ടാണ്, രാഷ്ട്രീയത്തെ കാണുന്നത് സേവന മനോഭാവത്തോടു കൂടിയാണ്. അപ്പൊ അത് ചെയ്യുന്ന സുരേഷ് ഗോപി ഒരിക്കലും ഈ പറയുന്ന ഈ സേവനത്തിന്റെ ഭാഗമായി നിൽക്കുന്ന മന്ത്രിസ്ഥാനത്തിന് സ്വകാര്യ ലാഭത്തിന് വേണ്ടി ഉപയോഗിക്കുമെന്ന് തോന്നില്ല. സുരേഷ് ഗോപി അങ്ങനെ ചെയ്യുന്ന ആളല്ല. 10 കിട്ടിയാൽ 9 മറ്റുള്ളവർക്ക് ദാനം ചെയ്യുന്ന ആളാണ് സുരേഷ് ഗോപി. സ്വന്തമായിട്ടൊന്നും വേണമെന്നോ സുഖിമാനായിട്ട് ജീവിക്കണമെന്നോ ഒന്നുപോലും സുരേഷ് ഗോപി കരുതാറില്ല. സുരേഷ് ഗോപി ഇടുന്ന വേഷം തന്നെ നമുക്കറിയാം, മിക്കവാറും അത് ആരെങ്കിലുമൊക്കെ അയച്ചു കൊടുക്കുന്നതായിരിക്കും. ഈ കൃഷ്ണന്റെ പടമുള്ളതും അങ്ങനത്തെ ഷർട്ടുകളൊക്കെ. അപ്പൊ സുരേഷ് ഗോപി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇത് ആരും എനിക്ക് അയച്ചു തന്നതാണ്, ഞങ്ങൾക്ക് സുഹൃത്തുക്കളും അങ്ങനെ ആരാധകരും ഒക്കെ അയച്ചു കൊടുക്കുന്നത്. അതങ്ങനെ ചെയ്യുന്നതാണ്. സുരേഷ് ഗോപി എന്ന് പറയുന്ന മനുഷ്യൻ വളരെ ലളിതമായി ജീവിക്കുന്ന ഒരാളാണ്. അതിനെ പറ്റിയിട്ട് ഒരുപാട് സിനിമാക്കാർക്ക് അറിയാം. അത് അറിയാത്ത കെ.സി. വേണുഗോപാൽ അറിയില്ല എങ്കിൽ അത് അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞിട്ട് പോയിട്ട് സിനിമാക്കാരായിട്ടുള്ള സുഹൃത്തുക്കളോടെങ്ങാനും ചോദിച്ചു നോക്കണം സുരേഷ് ഗോപി എങ്ങനെയാണ് ജീവിക്കുന്നത്. അദ്ദേഹം വളരെ ലാളിത്യത്തോടു കൂടി വളരെ ലളിതമായ ജീവിതവും സംശുദ്ധമായ രാഷ്ട്രീയവും കൊണ്ട് നടക്കുന്ന മനുഷ്യനാണ്. അപ്പോൾ അവിടെ കയറി ഇങ്ങനെ ഒരു ചൊറിഞ്ഞൊന്ന് പ്രൊവോക്ക് ചെയ്ത് കഴിഞ്ഞാൽ വല്ലതും നടന്നേക്കും, എന്തെങ്കിലും കിട്ടിയാലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കും കെ.സി. വേണുഗോപാൽ ഈ പറയുന്ന പരിപാടിക്ക് ഇറങ്ങിയത്. പക്ഷേ നടപ്പിലാവാൻ പോകുന്നില്ല. സിനിമയുമായിട്ട് ടൈറ്റിലുമായിട്ടുള്ള ഒരു ഡിസ്പ്യൂട്ട് അത് കോടതിയിലേക്ക് എത്തിയിട്ടുണ്ട്. കോടതി അതിൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കും. ഈ പറയുന്ന ജാനകി എന്ന് പറയുന്ന പേര് ഉപയോഗിക്കുന്നതിന് ഈ രാജ്യത്തെ ഹിന്ദു സമൂഹത്തിനോ ഈ പറയുന്ന BJPക്കോ ആർക്കും തന്നെ യാതൊരു പ്രശ്നവുമില്ല. ഇവിടെ പറയുന്ന ഈശ്വര ഭക്തരായിട്ടുള്ള രാമഭക്തരും സീതാദേവിയുടെ ഭക്തരുമായിട്ടൊക്കെ ഉള്ള ആൾക്കാരുണ്ട്. അവർക്ക് പോലും ഒരു പ്രശ്നമില്ല. കാരണം ഇത് ആ കോണ്ടെക്സ്റ്റിൽ ഒന്നും പറയുന്നതല്ല. ഇവിടെ ഹിന്ദു സമൂഹത്തെ അപമാനിച്ച ചിത്രങ്ങൾ ഉണ്ടായപ്പോൾ അതിനെ പോലും ഒന്നും അതിനെപ്പറ്റി ഒരു അക്ഷരം പോലും മിണ്ടാത്ത ആളാണ് കെ.സി. വേണുഗോപാൽ. അപ്പൊ കെ.സി. വേണുഗോപാലിന് എന്ത് യോഗ്യതയുണ്ട് ഇതിനെപ്പറ്റി പറയാനെന്നുള്ളതാണ്. അപ്പോൾ അത് മനസ്സിലാക്കി മുന്നോട്ട് പോകണം. സുരേഷ് ഗോപി നിങ്ങൾ കളിക്കാൻ വിളിക്കുന്ന ആളല്ല, നിങ്ങളുടെ ഈ പറയുന്ന കളിപ്പരുവത്തിനുള്ള ആളല്ല എന്നുള്ളത് കൂടി കെ.സി. വേണുഗോപാൽ മനസ്സിലാക്കേണ്ടതുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.